അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. ടാക്സ് വെട്ടിപ്പ് അല്ലെങ്കിൽ ഹവാല, ഹുണ്ടി, വിറ്റുവരവ്, ടേൺ ഓവർ 500 ചില്ലാനം കോടി രൂപയാണ്. ഇതെന്താ സംഭവം? അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കഴിഞ്ഞ ദിവസം ഒരു 3 സ്ഥാപനങ്ങളുടെ പേരിട്ടുണ്ട്. അജ്ഫാൻ, പാം ട്രീ, അൽത്തമർ എന്നീ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ നട്ട്സിൻ്റെയൊക്കെ സ്ഥാപനങ്ങളാണ്. മിക്കവരും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവരുടെ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളി അപ്പോൾ ഇത് പുള്ളി പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഇതുപോലത്തെ ഇതേ ഫോട്ടോ ഇട്ട് ഇതേ രീതിയിലുള്ള പോസ്റ്റുകൾ 1-2 സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി എന്ത് നമുക്കറിയാവുന്ന പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെന്താണ് സംഭവം? ഇതുപോലെ 3 കടകൾ കലൂർ സ്റ്റേഡിയത്തിലുണ്ട്. സ്ഥലത്തിൻ്റെ പ്രാധാന്യവും കടകളുടെ പ്രൗഢിയും നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയുള്ള സംരംഭങ്ങൾ ദിവസവും വൈകുന്നേരം നടക്കാൻ പോകുമ്പോഴും അല്ലാതെ പല സമയങ്ങളിൽ ഈ കടകളുടെ മുന്നിലൂടെ കടന്നു പോയും ഒരാളെ പോലും കടയിൽ കണ്ടിട്ടില്ല. അയ്യോ, ഇയാൾ കാണുന്ന സമയത്തൊന്നും കടയിലല്ല, വെറുതെ ഈച്ചയാട്ടിയിരിക്കുക എന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടാതെ നടത്തിക്കൊണ്ട് പോകുന്നത്? അതോ ഇത്തരം സ്ഥാപനങ്ങൾ ധർമ്മസ്ഥാപനങ്ങളാണോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോഴും എല്ലായിടത്തും ഇത്തരം കടകൾ കണ്ടിട്ടുണ്ട്. എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടോ അപ്പോഴൊന്നും സാധനങ്ങൾ വാങ്ങാനുള്ള ഒരുത്തരെയും കടക്കുള്ളിൽ കണ്ടിട്ടില്ല. എന്തായിരിക്കും ഇതിൻ്റെ രഹസ്യം? അത് ശരി. അപ്പോൾ പുള്ളി ഇതുവരെ കയറി അതെന്താണെന്ന് നോക്കിയിട്ടില്ല. മുസ്ലിമിൻ്റെ സ്ഥാപനമുള്ളത് പുള്ളി അത് കയറില്ല. ഇത് തന്നെയാണ് വിഷയം. പുള്ളിയുടെ മൊത്തം പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ കുറ്റം പറയുക, വർഗീയത ഉണ്ടാക്കുക, അതല്ലാതെ പുള്ളിയുടെ അപ്പുറത്തേക്ക് ഒരു പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടിയിൽ വരുന്ന അദ്ദേഹത്തിൽ ലൈക്ക് ചെയ്യുന്ന കമൻറ്റ് അടിക്കുന്ന ആൾക്കാരും അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും. അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളാണ് മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം. ഇ ഡി, കള്ളപ്പണം, ഹവാല, ഇതൊന്നുമല്ല. അടിസ്ഥാനമായിട്ട് ഈ പോസ്റ്റുകളുടെ നേരത്തെ പല പേജുകളുടെ പോസ്റ്റുകളുടെ അടിസ്ഥാന സംഭവം ഇതാണ്. എന്താണെന്നറിയില്ല, ഒരാൾക്ക് നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. ആദ്യമൊക്കെ വിചാരിച്ച് ഗ്യാസിന്റെ ആണ്. അല്ല അല്ലേ? അല്ല ഇതിന്റെ. സത്യമാണ് എന്ന് പറഞ്ഞാൽ അസൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടുത്തുന്നില്ല, വേറെ രക്ഷപ്പെട്ടു, അത് ഇന്നയാൾ നമ്മൾ വെറുക്കുന്ന വിഭാഗം. അപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. ടാക്സ് വെട്ടിപ്പ് അല്ലെങ്കിൽ ഹവാല, ഹുണ്ടി, ഇതാണ് ഇതിൻ്റെ അടിയിലും ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഈ GST തട്ടിപ്പൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ ഇതൊക്കെ അറിയാവുന്ന, ഞാൻ പറയുന്നില്ല. 18% കൊടുത്ത് പിന്നെ അത് ഉണ്ടായി, പിന്നെ അത് 3ാം സ്റ്റേജിലേക്ക് ഇന്ന്, പിന്നെ അതിൻ്റെ IT കൊടുത്ത് എന്തിന്? അതിന് ഭേദം കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഈ പറഞ്ഞ ബ്ലാക്ക് മണി വൈറ്റൊക്കെ ആക്കാൻ പാടില്ലേ? അതൊക്കെ നടക്കുന്ന കേസാണ്. ഈ പറഞ്ഞ ഇതേ പ്രശ്നങ്ങൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങൾ, ഇതിനകത്ത് പ്രബലനായ ഒരു സ്ഥാപനമാണ് അജ്ഫാൻ. മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മലപ്പുറംകാരൻ മുഹമ്മദ് കുട്ടിയുടെ സ്ഥാപനം. അതിന് നേരെ ഇതുപോലെ തന്നെ ഇങ്ങനെ വളർന്നപ്പോൾ ആരൊക്കെ പറഞ്ഞു ഒറ്റിക്കൊടുത്ത് ട്രേഡൊക്കെ നടത്തിയിട്ടുണ്ട്, ഒന്നും പിടിച്ചല്ല, എല്ലാം പക്കയാണ്. ട്രേഡൊക്കെ നടത്തിയിട്ടുണ്ട്, ഒന്നും പിടിച്ചല്ല, എല്ലാം പക്കയാണ്. അപ്പോൾ ഇതെന്നെ വിഷയം എന്ന് വെച്ചാൽ, ഈ കൃഷ്ണരാജ് എന്ന് പറഞ്ഞ പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ല. അതൊരു വക്കീലാണ്, അഡ്വക്കേറ്റ് എന്ന് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു മനസുഖം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നല്ലതൊന്നും പുള്ളി പറഞ്ഞ ഇതുവരെ കേട്ടിട്ടില്ല, നല്ലത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ചുരുക്കി നമുക്ക് ഇതിനകത്ത് ഈ 3 സ്ഥാപനങ്ങൾ, അജ്ഫാൻ, അല്ലെങ്കിൽ പാം ട്രീ, അൽത്തമർ, 3 സ്ഥാപനങ്ങൾ പറയുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാണുന്ന സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടൊന്നും ഓർക്കേണ്ടത് ഇത് പലതും ഫ്രാഞ്ചൈസികളാണ്. ഫ്രാഞ്ചൈസിനെ പറ്റി അറിയാവോ? എല്ലാ ബേക്കറികൾക്കുണ്ട്, പല ഇൻ്റർനാഷണൽ ഗ്രൂപ്പുകൾക്കുണ്ട്, പലർക്കും ഫ്രാഞ്ചൈസികളാണ്. എല്ലാ ഫ്രാഞ്ചൈസിനും തിക്കും തിരക്കും വേണമെന്നില്ല, പക്ഷേ അവർക്ക് മിനിമം സെയിൽ. കാര്യം ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡാണ്. ഇതിനകത്ത് പ്രധാന ബ്രാൻഡായ നമുക്ക് അജ്ഫാനെ പറ്റി സംസാരിക്കാം. അജ്ഫാൻ മുഹമ്മദ് കുട്ടി നമുക്ക് യൂട്യൂബിലൊക്കെ കണ്ട ഇതേ പറ്റി വ്യക്തമായ കുറേ വീഡിയോകളുണ്ട്. സൗദി അറേബ്യ ക്യാൻസൽ ചെയ്ത് ഇന്ത്യയിൽ വരികയും ഇന്ന് 4350 കിലോമീറ്റർ കന്യാകുമാരി തൊട്ട് ലേ വരെ ഇന്ന് അജ്ഫാൻ കിടക്കുന്നുണ്ട്. 2200 എംപ്ലോയിയും 500 കോടിൻ്റെ ടേൺ ഓവറുള്ള ഒരു കമ്പനി. അള്ളാഹു എനിക്ക് അതിനുള്ള ആരോഗ്യ ആഫിയത്തും കഴിവും തന്നു. ഞാൻ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഒരു വിദ്യാഭ്യാസം ഒരു ബിസിനസ്സിന് ആവശ്യമില്ല. അത് നിങ്ങൾ എന്നിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. എക്സ്പീരിയൻസ് ആണ് ഒരു ബിസിനസ്സിന് വേണ്ടത്. ആരും അറിയാത്ത ഒരു ബിസിനസ്സിലേക്ക്, എക്സ്പീരിയൻസ് ഇല്ലാത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ആ ബിസിനസ് പരാജയപ്പെടും. ആര് ബിസിനസ് തുടങ്ങുന്നുണ്ടോ ആ ബിസിനസ്സിനെ പറ്റി A to Z പഠിച്ചിട്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ. ഉദാഹരണത്തിന് 400 രൂപയ്ക്ക് 1 കിലോ കടല വാങ്ങിയിട്ട് അത് നമ്മൾ 600 രൂപയ്ക്ക് വിറ്റാൽ അതിൽ 200 രൂപ മാത്രമേ നമ്മളിത് ഉണ്ടാവുള്ളൂ. 600 രൂപ കടലിൻ്റെ കോസ്റ്റാണ്. അതിന് നമ്മൾ 300 രൂപ അതിൽ നിന്ന് ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ ലോസ് വരും. ഇന്ന് 500 കോടിൻ്റെ ടേൺ ഓവറുള്ള കമ്പനി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും പാവപ്പെട്ടവരുടെ പ്രാർത്ഥന കൊണ്ടും അള്ള തന്ന നിഅമത്ത് കൊണ്ടാണ് ഇന്ന് അജ്ഫാൻ ഇവിടെ എത്തിയത്.
1978 600 റിയാല് വിസക്ക് ഒരു ജോലി 600 റിയാൽ ശമ്പളത്തിന് വേണ്ടി സൗദി അറേബ്യയിൽ പോയി 2017 തിരിച്ചു വരുമ്പോ എനിക്ക് സൗദി അറേബ്യയിൽ 29 ഹൈപ്പർ മാർക്കറ്റും 600 എംപ്ലോയി ഉണ്ടായിരുന്നു. അത് മുഴുവൻ അവിടെ നിയമം വന്നപ്പോഴേ ആ ബിസിനസ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി ഞാൻ ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇദ്ദേഹം ആരാണെന്നൊക്കെ ഒരു വിഷയം നമുക്ക് അറിയാൻ പറ്റും. ഈ കച്ചവടം ചെയ്യാൻ വിദ്യാഭ്യാസം വലിയ ആവശ്യമില്ല. അതിങ്ങൾക്ക് എല്ലാവർക്കും മിക്ക കച്ചവടക്കാർക്കും വലിയ വിദ്യാഭ്യാസമുള്ള ആൾക്കാരൊന്നുമല്ല. ഇദ്ദേഹം വെറും 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ പുച്ഛിക്കൊന്നും വേണ്ട. ഇദ്ദേഹത്തിന് ഏകദേശം 2300 ഔട്ട്ലെറ്റുകളുണ്ട്. ഈ പറഞ്ഞ അജ്ഫാൻ്റെ 2300 ഔട്ട്ലെറ്റ്. അതിനകത്ത് 4000 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. 4000 പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വിറ്റുവരവ് ടേൺ ഓവർ 500 ചില്ലാനും കോടി രൂപയാണ്. ഏകദേശം 500 ചില്ലാനും കോടി രൂപയാണ് ഇതിൻ്റെ ടേൺ ഓവർ. അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്രാഞ്ചൈസിയൊക്കെയാണ് പലതും. നമ്മൾ കാണുന്ന സമയത്തൊന്നും അവിടെ ആളുണ്ടാവണമെന്നില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 50 ഗ്രാം കശുവണ്ടിപ്പരപ്പോ 50 ഗ്രാം കറുത്ത മുന്തിരിയോ വാങ്ങിക്കാൻ കയറുന്ന ആൾക്കാരല്ല അവിടെ കയറുന്നത്. അവിടെ 5000 മുതൽ 20,000 വരെ 10,000 ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഒരിക്കലും പോലും ടേസ്റ്റ് ചെയ്യാത്ത, അറിയാത്ത നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. വല്ലപ്പോട്ട് കയറി രുചിച്ച് നോക്കൂ. നിങ്ങൾ കയറുമല്ലോ, അത് നമ്മുടെ പാർട്ടിയുടെ കയറില്ല. അപ്പോൾ അവിടെ നിന്ന് കയറി നോക്ക്. വിഷമൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ കയറും പറയാം ഇതൊന്നും കാണാത്ത, ഇതൊക്കെ കഴിക്കുന്ന സമ്പന്നരായ മിഡിൽ ക്ലാസ് ആൾക്കാരെ ഇത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവമാണ് പറയുന്നത്. അല്ല നമ്മളെപ്പോലെ 100 രൂപയ്ക്ക് 200 രൂപയ്ക്ക് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരല്ല അവിടെ കയറുന്നത്. അവർക്ക് അത് മതി. വൻ ലാഭമുള്ള, വൻ പ്രോഫിറ്റുള്ള, ഏകദേശം ഈ പറയുന്ന ഈ മുഹമ്മദ് കുട്ടിയുടെ തന്നെ ഗോഡൗൺ നോക്കിയാൽ തന്നെ ഏകദേശം കേരളത്തിലെ 70% ഡ്രൈ ഫ്രൂട്ട്സ്, എസ്പെഷ്യലി ഈ പറഞ്ഞ ഈന്തപ്പഴം തന്നെ പുള്ളിക്ക് സ്റ്റോക്ക് ഉണ്ട്. കൊടുക്കാനുള്ള ആളാണ്. അത്രത്തോളം ഭയങ്കര ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം. കേരളത്തിലെ ഏകദേശം 3/4 ഭാഗത്തോളം പുള്ളി തന്നെയാണ് ഇതിൻ്റെ സപ്ലൈ ചെയ്യുന്നത്. പലതരം ഈന്തപ്പഴത്തിൻ്റെ സ്റ്റോക്കിസ്റ്റാണ് അദ്ദേഹം. അപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ ഇരുന്നിട്ട് കുണുകുണാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഫ്രാഞ്ചൈസി കാര്യങ്ങളൊക്കെ അറിയാം. ഫ്രാഞ്ചൈസി നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലത്തും ചിലപ്പോൾ കച്ചവടം കുറയും. പക്ഷേ അവരുടെ ബ്രാൻഡ് നിലനിർത്തുന്നതാണ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിലനിർത്താൻ ചില സ്ഥലത്ത് കച്ചവടം ഇല്ലെങ്കിൽ അവർ ഉരുട്ടിക്കൊണ്ട് പോകും. സ്വാഭാവികമാണ്. അത് നോക്കിയിട്ട് അയ്യോ ഇവിടെ എങ്ങനെ കച്ചവടം നടക്കുന്നില്ല, ഇവരെങ്ങനെ ഉരുട്ടിക്കൊണ്ടെന്ന് പറയണ്ട. ഒരുപാട് ബേക്കറികൾ, പല ഫുഡിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും തിരക്കൊന്നുമില്ല. പക്ഷേ ചില സ്ഥലത്ത് അതിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ വലിയ മാളുകളുടെ ഉള്ളിൽ ചില സ്ഥാപനം അവിടെ കച്ചവടമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലൊരു സ്ഥാപനം വേണമെന്നും ഞങ്ങളുടെ ഒരു ബ്രാൻഡ് വേണമെന്നും അവർക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നിങ്ങളിങ്ങനെ അസൂയ കൊണ്ടിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾ ആ കോട്ടൊക്കെ മുടക്കി വെച്ചിട്ട് വലിയ പണിക്ക് പോകും, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യും, പൈസ ഉണ്ടാകും, ലാഭം ഉണ്ടാവും. അല്ലാതെ വല്ലവൻ്റെ വലിപ്പം കണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രത്യേകിച്ച് എസ്പെഷ്യലി മുസ്ലിംസ് എന്ന് പറയുമ്പോൾ അവർ കച്ചവടക്കാരാണ്. ചെറിയ കുട്ടികൾ വരും കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. ചെറുപ്പത്തിലെ തന്നെ അവർ ചിലപ്പോൾ സ്ഥലക്കച്ചവടം ചെയ്യും, മൊബൈൽ കച്ചവടം ചെയ്യും, പല കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ്. അവർ കച്ചവടം അവരുടെ ചരിത്രം പോലുള്ളതാണ്. അതുകൊണ്ട് എന്തിനാണ് കുത്തിത്തിരിപ്പുണ്ടാകണം മിസ്റ്റർ അഡ്വക്കേറ്റ് കൃഷ്ണൻ? അഡ്വക്കേറ്റ് ആണാവോ? പണിയെടുത്ത് ചോദിക്കടോ. ചുമ്മാ അസൂയം പൂണ്ട് നെഞ്ചുമേനായിട്ട് അടക്കുക. കഷ്ടം.